ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. നോമ്പിൻ്റെ 39-ാം ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മൾക്ക് ഇന്ന് ചിന്തിക്കാൻ കിട്ടിയിരിക്കുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. 34-ാം വാക്യം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചമ്മട്ടി കൊണ്ട് അടിക്കുകയും വധിക്കുകയും ചെയ്തു. ക്രിസ്തുനാഥൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണുപിടിക്കുമ്പോൾ പരിഹാസവും തുപ്പലും ചമ്മട്ടിയടിയും വധിക്കലും ഏറ്റുവാങ്ങിയ ഒരു ജീവിതം. ഗോഗുൽഥാ മലയുടെ നെറുകയിൽ പരിഹാസത്തിൻ്റെയും തുപ്പലിൻ്റെയും ചമ്മട്ടിയടിയുടെയും പരിഹാരമായി മാറിയ ഒരു ജീവിതം. ഈ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന അതിലെ പാഠം എന്തെന്നാൽ ഇന്നത്തെ വേദന നാളത്തെ വിജയമാണെന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നത് 3-ാം ദിനത്തിൽ അവ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, മിശിഹായുടെ പരിഹാസം എന്നത് സകലത്തെയും ജീവിപ്പിക്കുന്ന ദുഷ്ടന്മാർ മിശിഹായെ ഗോഗുൽഥായിൽ ഉയർത്തി സ്ലീബായാൽ പാപികളെ പുണ്യപ്പെടുത്തുകയും കുറ്റക്കാരോട് ക്ഷമിക്കുകയും ചെയ്യണമേ എന്നാണ്. ക്രിസ്തുനാഥൻ്റെ പ്രാർത്ഥന. കുരിശിനിൽ കിടന്നുകൊണ്ട് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിനായി തൂങ്ങിക്കിടക്കുന്ന കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വലിയ മാതൃകയാണ് കുരിശിൽ കാണുവാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവന് സഹിക്കാവുന്നതിലേക്കും അപ്പുറമാണ് പരിഹാസം എന്നത്. നമ്മളെയൊക്കെ മറ്റുള്ളവർ പരിഹസിച്ചാൽ നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായി ജീവിതത്തിൽ മാറുന്നുവെങ്കിൽ, നമ്മുടെ ക്രിസ്തുനാഥനെ പടയാളികൾ പരിഹസിച്ചപ്പോൾ, മുഖത്ത് തുപ്പിയപ്പോൾ, ചമ്മട്ടി കൊണ്ട് അടിച്ചപ്പോൾ എത്രമാത്രം വേദന കർത്താവ് സഹിച്ചു. ആ വേദന പാപിയായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. നമുക്ക് രക്ഷ സാധ്യമാക്കുവാൻ, സ്വർഗരാജ്യത്ത് നമ്മെ എത്തിക്കുവാനായിട്ട് കർത്താവ് കുരിശുമരണം കൈവരിച്ചത്. പ്രിയപ്പെട്ടവരെ, നാമും മറ്റുള്ളവരെ സ്വർഗരാജ്യത്തിൽ എത്തിക്കേണ്ട ഉപകരണങ്ങളാണ്. അവരുടെ ഓഹരികളേക്കാൾ ക്രൂശിതൻ്റെ അപാരമായ സ്നേഹത്തിൻ്റെ ഓഹരിയാണ് ഞാൻ സ്വന്തമാക്കേണ്ടത്. നാം എപ്പോഴും സ്വന്തമാക്കുന്നത് അവരുടെ ഓഹരിയാണ്. നല്ല കൂട്ടുകാരെ കിട്ടിയാൽ, നല്ല സമ്പത്തുണ്ടായാൽ, നല്ലതായിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമുക്ക് മറ്റുള്ളവർ നല്ലതാണ്. എന്നാൽ ക്രൂശിതൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൽ നല്ലതൊന്നും ചീത്തയൊന്നും മാറ്റപ്പെടാത്ത ദിവസങ്ങൾ ആയിരുന്നു. ക്രിസ്തുനാഥൻ്റെ ജീവിതത്തിൽ കുരിശു മരത്തിൽ കൈനീട്ടി കിടന്നുകൊണ്ട് എന്നെയും നമ്മെയും ഓരോരുത്തരെയും സ്വന്തമാക്കുവാൻ അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി വിലയ്ക്ക് തന്നു. ആ വിലയ്ക്ക് വാങ്ങപ്പെട്ട രക്തത്തിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് നോമ്പിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ക്രൂശിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ ഓരോ ദിനവും പുണ്യം പൂക്കുന്ന നാളുകളിലൂടെ നാം കടന്നു പോകേണ്ടുന്നവരാണ്. വരുന്ന 40-ാം വെള്ളിയുടെയും പെസഹായുടെയും ദുഃഖവെള്ളിയുടെയും ഉദ്ധാനത്തിൻ്റെയും ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ അലയടിക്കട്ടെ. ക്രിസ്തുനാഥനോടൊപ്പം ആയിരിക്കുവാനും ക്രിസ്തുനാഥൻ്റെ ക്രൂശിൻ്റെ വഴിയിലൂടെ നടന്നുകൊണ്ട്, അവൻ്റെ ക്രൂശിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെയും ക്രൂശിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പുകാലം പൂക്കാലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.